നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ തന്നെ ഭയങ്കര മഴയായിരുന്നേ. ഭയങ്കരമായിട്ട് തകർത്ത് പെയ്യുമായിരുന്നു. അപ്പം ഞാൻ വെളിയിലത്തെ പണിയൊക്കെ മഴയായതുകൊണ്ട് അങ്ങ് ഉപേക്ഷിച്ചു. അതിരാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി. വെള്ളയപ്പമായിരുന്നു. കൂടാതെ ദേവുവിന് കുറച്ച് എഴുതാനുണ്ടായിരുന്നു. അവളെ എഴുതിപ്പിക്കുകയാണ്. ഇന്ന് സ്കൂളിൽ കൊണ്ട് കൊടുക്കേണ്ടതാണ് വർക്ക്ഷീറ്റ്. കുറച്ച് പണിയൊക്കെ അകത്തെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും മഴ തോർന്നു. കുറച്ച് വെളിയിലത്തെ പണിയൊക്കെ കഴിച്ചു. ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ സ്കൂളിൽ പോയി. സ്കൂളിൽ ഭക്ഷണ കിറ്റും യൂണിഫോമും വന്നിട്ടുണ്ടെന്നുള്ള മെസ്സേജ് ടീച്ചറിൻ്റെ ഉണ്ടായിരുന്നു. അപ്പം ഞാനതിന് പോവുകയാണ്. അപ്പം നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂള്. മൈലപ്ര NM LP സ്കൂളിലാണ് മോള് പഠിക്കുന്നത്. ഇനി അവൾ 3ാം ക്ലാസ്സിലോട്ടാണ്. അപ്പോൾ പാഠപുസ്തകമൊക്കെ നേരത്തെ കിട്ടിയിരുന്നു. ഇനി യൂണിഫോം കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതും ഈ കൂട്ടത്തിലുണ്ട്. കൂടാതെ ഭക്ഷ്യ കിറ്റും ഉണ്ടായിരുന്നു. അപ്പം ഞാനത് വാങ്ങിക്കാൻ പോയി സ്കൂളിൽ. അപ്പോൾ ഇതാണ് സ്കൂള്. ഇവിടെ 1 മുതൽ 4ാം ക്ലാസ് വരെയാണ് ഉള്ളത്. ഇംഗ്ലീഷ് മീഡിയം കൂടിയാണ്. നല്ലതായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് എല്ലാവരും ഉള്ളത്. അപ്പം ചേട്ടന് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ കൊണ്ടാണ്. ഈ BP-ക്കൊക്കെ നല്ലതാണ്. BP കുറയാനും ഹീമോഗ്ലോബിൻ ഉണ്ടാകാനും ഒക്കെ നല്ലതാണ്. ഇത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചേട്ടന് കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങളത് പറിക്കുകയാണ്. അവിടെ അണ്ണനും ചേച്ചിയോടൊക്കെ ഞങ്ങൾ കാര്യം പറയുകയാണ്. അപ്പം ഞങ്ങളതെല്ലാം പറിച്ചു. കുറേയേറെ പൂക്കളുണ്ടായിരുന്നേ. ചില ദിവസം കുറച്ച് പൂക്കളെ കാണത്തുള്ളൂ. അപ്പം ഞാനത് കുറച്ചേറെ അങ്ങ് പറിച്ചു. എന്തായാലും ഒരു ദിവസമല്ല ഈ പൂക്കൾ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതെല്ലാം പറിച്ചുകൊണ്ട് വന്നു. ഫ്രിഡ്ജിൽ എയർ ടൈറ്റായിട്ടുള്ള ടിന്നിനകത്തിൽ ഇട്ട് വെച്ചു, അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതെല്ലാം തട്ടിക്കുടഞ്ഞ് കളഞ്ഞിട്ട് ഇതിൻ്റെ ഇതളുകൾ മാത്രം എടുത്ത് തിളപ്പിക്കാനുള്ള ചരുവത്തിലേക്ക് എടുക്കുകയാണ്. അപ്പം ഞാനിത് എടുത്തുകൊണ്ടിരുന്നപ്പം ശ്രീകുട്ടൻ വന്ന് എൻ്റെ അടുത്ത് നിൽപ്പുണ്ട്. അവൻ എന്നോട് കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഫോണിലൊക്കെ നോക്കുന്നുണ്ട്. അപ്പം ഞാൻ അവനെ ഒന്ന് എടുത്ത് കാണിക്കുകയാണേ.
ഒന്നുമില്ല. അപ്പം ഞങ്ങൾക്ക് ഒരല്പം ടേസ്റ്റ് കിട്ടിക്കോട്ടെ മധുരം. അപ്പം നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിക്കുമ്പോൾ ഒരു പുളിയുണ്ട്, ഒരു കമർപ്പ് വരും. അപ്പോൾ അത് മാറാനെ കൊണ്ട് ഒരല്പം പഞ്ചസാര ഇടുന്നതേ ഉള്ളൂ. ഇനി ഈ നാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞൊഴി. ഉള്ള കൂട്ടാനൊക്കെ കുറവായിരുന്നു. അപ്പം ഞാൻ വൈകുന്നേരം കോവയ്ക്ക തോരൻ വെച്ചു. സിമ്പിളായിട്ടൊരു ബൈ ബൈ.